ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ പൂയത്തിൻ്റെ ഫുൾ വീഡിയോ ആണ് കേട്ടോ. ഇത് ഉള്ളിൽ നിന്നെടുത്ത വീഡിയോ ആണ്. നമ്മുടെ പൂയം കളറാക്കി സെറ്റ് ചെയ്താണ് ഇതൊക്കെ. നിങ്ങൾക്കറിയാലോ, പൂയത്തിന് മുമ്പ് നമ്മുടെ പേപ്പർ കടലാസ് വെച്ച് ഉള്ള സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ തിരക്കെന്ന് പറഞ്ഞാൽ അന്യായ തിരക്കായിരുന്നു. ആ വൈപ്പിൻ റോഡ് കംപ്ലീറ്റ് ബ്ലോക്ക് ആയിരുന്നു കേട്ടോ. പിന്നെ വണ്ടിയൊക്കെ എല്ലാം പോയിക്കൊണ്ടിരുന്നത് നമ്മുടെ LNG വഴിയാണ് കേട്ടോ. മീൻസ് പുതുവൈപ്പ് LNG വഴി ബീച്ച് റോഡുണ്ട്. വണ്ടിയൊക്കെ ബീച്ച് റോഡ് വഴിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നെ നമ്മളുടെ മറ്റേ ചേട്ടന്മാർ വീണ്ടും എത്തിയിട്ട് അവരിക്കടെ അടുത്തായിരുന്നിട്ട് ആൾക്കാർ കൂടുതൽ. പിന്നെ കാവടിയൊക്കെ തൊട്ട് ബാക്കിലുണ്ടായിരുന്നു. പക്ഷേ കാവടിയുടെ ഒക്കെ കാണാനായിട്ട് ആളുകൾ കുറവായിരുന്നു. കാരണം ഈ ഒരു സംഭവം ഇത് 2026 ഇറക്കിയേക്കണം. ഇരിക്കടെ പരിപാടി കേട്ടോ. ഈ പരിപാടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ട് എല്ലാവരും ഇരിക്കടെ കൂടെ ഇരുന്ന് ഡാൻസ് ചെയ്യാനും പിടിക്കാനും. ഇരിക്കടെ ഫ്രണ്ടിൽ തന്നെ ഇരുന്നിട്ട് മറ്റേ നമ്മൾ ആദ്യം കണ്ട വണ്ടി ഉണ്ടല്ലോ, പാട്ടിൻ്റെ DJ ഒക്കെ സെറ്റ് ചെയ്യുന്ന വണ്ടി, അതൊക്കെ ഇരിക്കടെ ഫ്രണ്ടിലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇവരിക്കടെ കൂടെ ഇരുന്ന് തുള്ളാനും പിടിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ സൈഡിൽ ഞാനൊന്നും ഇപ്പം ഉണ്ട്. പിന്നെ ഈ കളർഫുള്ളും ഇതൊക്കെ എൻ്റെ പേരിൽ എന്നെ നിങ്ങളൊന്നും കാണില്ല. പിന്നെ കുറേ പേര് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യണ്ടായിട്ട്. പിന്നെ ഞാൻ ലൈവ് ഇടാമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ റേഞ്ച് കിട്ടണ്ടായില്ല. ഞാൻ കുറച്ച് മുമ്പ് മറ്റേ കാവടിയുടെ ലൈവ് ഇട്ടായിരുന്നു, പക്ഷേ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ഫുള്ള് കറക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നിർത്തിയതാണ് കേട്ടോ. കണ്ട തിരക്ക് കണ്ട, തിരക്കെന്ന് പറഞ്ഞാൽ അന്യായ തിരക്കാണ് കേട്ടോ. കണ്ട ഭയങ്കര തിരക്കായിരുന്നു. അനങ്ങാൻ പറ്റുന്നുണ്ടായില്ല. ഒരു കണക്കിനാണ് സൈഡിൽ തന്നെ എന്ന് വെച്ചത്. ഈ ഒരു സൈഡിലാണെന്നുണ്ടെങ്കിൽ പാട്ടും ഡാൻസും തുള്ളലൊക്കെ ആയിട്ട് അവിടെ തന്നെ ഒരു സൈഡ്. പിന്നെ പോലീസുകാരൊക്കെ നിൽപ്പുണ്ടായിരുന്നു. പോലീസുകാരൊക്കെ വന്നിട്ട് ജസ്റ്റ് ഒരു ഡ്യൂട്ടി ബേസ് എന്നുള്ളൊരു രീതിയിൽ ചുമ്മാ നോക്കി നിൽക്കാനേ പറ്റുള്ളൂ. തിരക്കും കാര്യങ്ങളൊന്നും നിയന്ത്രിക്കാനൊന്നും അവരെ കൊണ്ട് പറ്റുള്ളൂ കേട്ടോ. അതുപോലെ മാത്രമൊരു തിരക്ക്. പിന്നെ ബസ്സുകളൊക്കെ എല്ലാം നമ്മുടെ ബീച്ച് വഴിക്ക് വിടുന്നതുകൊണ്ട് അധികം പ്രശ്നമൊന്നും ഉണ്ടായില്ല ഇതിൽ. എന്നാലും ചില ടൈമിന് ചെറിയ ടൂ വീലറൊക്കെ വരുന്നുണ്ടായിട്ട്. ഇതേ നമ്മുടെ ചേട്ടന്മാരുടെ വീണ്ടും ഡാൻസ് ഉണ്ട്. ഇവർക്കൊക്കെ ശരിക്കും മതിയായിട്ട്. കാരണം ഒരുപാട് നേരത്തിന് കൊണ്ട് 6:10, 6:30 ആയപ്പോൾ കൊണ്ട് തുടങ്ങിയതാണ് ഇവർക്ക് ഡാൻസ്. ഗോസറി ജംഗ്ഷനിൽ നിന്ന് അവിടെ നിന്ന് പയ്യപ്പേ ഡാൻസ് ചെയ്ത് അമ്പലത്തറായപ്പോഴും അവരൊക്കെ ആവശ്യതയായിട്ടാണ്. എന്നാലും പിന്നെ അവരെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അവർ നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടായിട്ടാണ്. ഓരോ പാട്ടിനനുസരിച്ച് അവർ അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് അവർ മറ്റേ ഡീസൽ വെച്ചിട്ട് ഫയറിൻ്റെ ഇതൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടായിട്ടാണ്. സൂര്യത്തിൻ്റെ ഉള്ളിൽ നിന്ന് തീ വരുന്ന രീതിയിലൊക്കെ സംഭവമൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ബാക്ക് സൈഡായിരുന്നു കേട്ടോ കാവടിയും കാര്യങ്ങളൊക്കെ. കാവടിയൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട്. ഇനി ഇത്തവണ കാവടി കുറവായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതിറക്കിയത് കൊണ്ടാണോ കാവടി കുറവെന്നറിയില്ല. കാവടി ബാക്കിലായതുകൊണ്ട് വലിയ അധികം ആൾക്കാരുണ്ടായില്ല. കാവടിയൊക്കെ നമ്മളെന്നാലും പിടിച്ചിട്ടുണ്ടായിട്ടുള്ളൂ. ഈ കാവടി നിൽക്കുന്ന സ്ഥലത്താണെങ്കിൽ ലൈറ്റ് ഉണ്ടായിരുന്നില്ല. ലൈറ്റുള്ള കാവടി തൊട്ടിപ്പുറത്ത് വേറെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ കാവടിക്ക് അകത്ത് ലൈറ്റ് ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇരുട്ടത്താണെങ്കിൽ ഇരിക്കട അത്യാവശ്യം നല്ല ലൈറ്റൊക്കെ ഉണ്ട്. ഇരിക്കട കാവടിക്ക് ഇരിക്കട തൊട്ട് മുന്നേ നിന്ന് കാവടിക്കാർക്ക് ലൈറ്റൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് അത്യാവശ്യം ആൾക്കാർ ഇതിൽ കുറവായിരുന്നു കേട്ടോ. ഇവിടെ എല്ലാവരും അപ്പുറത്തായിരുന്നു. ഈ ഭാഗത്തൊക്കെ കുറവായിരുന്നു. പിന്നെ ഇതുപോലുള്ള പുതിയ വീഡിയോസൊക്കെ നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഉത്സവത്തിൻ്റെ പിന്നെ ഫിഷിംഗ് വീഡിയോസൊക്കെ. അപ്പോൾ ആ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ. കൂടെ കമൻറ്റും. ഇതുപോലുള്ള പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.